LDF വരും എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ശരിയായത്? ഭരിക്കണ ആള് ശരിയല്ല, അത് കാരണം കൊണ്ടാ. ഞാൻ തുടർ ഭരണം ആഗ്രഹിക്കണം. അവർ ഭരിച്ചാലേ കേരളം ശരിയാവുള്ളൂ. ഭരണ തുടർച്ചയുടെ തിളക്കത്തോടെ അധികാരമേറ്റ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് 3 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 3 വർഷത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ജനങ്ങളിലേക്ക്. നല്ല ഭരണം ആഗ്രഹമുണ്ട്, പക്ഷെ ഭരിക്കുന്നത് ഇപ്പോൾ നല്ല ഭരണമല്ല, അത് കാരണം കൊണ്ടാ. വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭരിക്കണ ആള് ശരിയല്ല, അത് കാരണം കൊണ്ടാ. അത് കാരണം കൊണ്ട് ആഗ്രഹമില്ല. വേറെ ആൾ ഭരിക്കുക നോക്കി നോക്കാവുന്നുണ്ട്. CPM-ൻ്റെ ആൾക്കാർ തന്നെ എല്ലാവരും. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭരണം കൊണ്ടുപോയി അത് മുടിപ്പിച്ച് കളഞ്ഞില്ലേ. ജനങ്ങൾക്കില്ലാത്ത നികുതി എല്ലതുമായി. ഇപ്പോൾ ഡ്രൈവേഴ്സിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 0. ആ, പുള്ളി എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ലല്ലേ. പുള്ളിക്ക് പിന്നെ എന്തിനാ മാർക്ക് കൊടുക്കണം? LDF വരും എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ശരിയായത്? എന്തിലേക്ക് ശരിയായ? എന്ത് മാർക്ക് കൊടുക്കണം? 0. കേരളം കോളവും ഇനി ഭരിച്ചാൽ ഒന്നുകൂടെ കോളവും. വേറെ ഒന്നുമില്ല. ഭരണം മാറട്ടെ, ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. നന്നായിട്ട് ഭരിച്ചാൽ മതി, ജനങ്ങൾക്ക് വേണ്ടി നിന്നാൽ മതി. മാർക്കും കൊടുക്കും. കാരണം ഞാൻ തുടർ ഭരണം ആഗ്രഹിക്കണം. അവർ ഭരിച്ചാലേ കേരളം ശരിയാവുള്ളൂ. വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ താഴേക്കടയിലുള്ള ആൾക്കാരൊന്നും പരിഗണിക്കുകയും ഇല്ല, ഒന്നുമില്ല. അവർ മുകളിലേക്കുള്ള ആൾക്കാർ, അത് ഇവിടെ കോടിപതികളും വിജയ് മല്യ ഇവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ പോലെയുള്ള ആൾക്കാരൊക്കെ സംരക്ഷിക്കുള്ളൂ. LDF-ഉം വരും എല്ലാം ശരിയാകും. അത് ശരിയാവും. ഇപ്പം ഏത് ഭരണക്കാർ വന്നാലും എല്ലാം ശരിയാവും എന്ന് പറയും. എല്ലാവർക്കും നമ്മൾ ആ സ്ഥാനത്ത് കയറിയിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ. ഭരിക്കുന്ന ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ 100% മാർക്ക് കൊടുക്കാനാണ് താല്പര്യം. എനിക്ക് ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ മോശമായിട്ടുള്ള പാർട്ടിയാണത്. ഭരണത്തിൽ എത്ര മാർക്ക് കൊടുക്കുക? 100-ൽ ഒരു 10 കൊടുക്കുക. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പോൾ ഖജനാവിൽ തന്നെ പൈസ ഇല്ലയെന്ന് പറയുന്നു. ഒത്തിരി പേർക്ക് സാലറിയും കിട്ടാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ടും പറ്റുന്നില്ല. ആര് കയറിയാലും ഇതുപോലെ തന്നെ, ഏത് സർക്കാർ കയറിയാലും. അദ്ദേഹത്തിൻ്റെ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ഇനി? ഞാൻ വോട്ട് കൊടുക്കാൻ പോയില്ല പ്രാവശ്യം. ഞങ്ങളുടെ വീടിനടുത്ത് റോഡ് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ 23 വീട്ടുകാർക്ക് റോഡില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ വീട്ടുകാരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല, റോഡ് ലഭിക്കാത്തതുകൊണ്ട്. സർക്കാരിനോടും മെമ്പറിനോടും എല്ലാം പറഞ്ഞിട്ട് ഇതുവരെ റോഡ് ലഭിച്ചിട്ടില്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.